അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജാമിയ നദവിയ MSM ആൻഡ് MGM സ്റ്റുഡൻസ് യൂണിയൻ നടത്തിപ്പോരുന്ന ദഅവ വാർഷിക സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസത്തെ രണ്ടാം സെഷനിലാണ് നാം ഓരോരുത്തരും ഒത്തുകൂടിയിട്ടുള്ളത്. ഈ ഒരു സെഷനിൽ നാം തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഹദീസുകളോടുള്ള സമീപനം, പ്രമാണ വായനയിലെ അപജയം എന്നൊരു വിഷയത്തെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. നാം ഓരോരുത്തർക്കും അറിയാം, ഇക്കാലത്ത് പല സംഘടനകളും അതുപോലെ തന്നെ പല വ്യക്തികളും ഹദീസുകളെ നോക്കിക്കാണുന്നത് തനിക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഹദീസുകളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, അവന് ഹദീസുകളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, അവൻ ആ ഹദീസുകളെ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഈ ഒരു സെഷനിൽ നാം ലക്ഷ്യം വെക്കുന്നത്. കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ മോഡറേറ്ററായ ഷെരീഫ് അൻസാരി വാവൂരിനെയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ വിഷയത്തെപ്പറ്റി കൂടുതലായി നാം ഓരോരുത്തർക്കും മനസ്സിലാക്കി തരുന്ന KM ഫൈസി, റസൽ സ്വലാഹി എന്നിവരെയും ഈ പരിപാടിക്ക് നന്ദി പറയുന്ന വസീം കണ്ണൂരിനെയും മറ്റ് ഈ പരിപാടി ഏറെ ഭംഗിയാക്കി മാറ്റുന്ന ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവപ്പെട്ട സെഷനിലാണ് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ ഈ കോളേജിൻ്റെ അധ്യാപകൻ KM ഫൈസി തരിയോട്, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ PG വിദ്യാർത്ഥിയായിരുന്ന ബഹുമാന്യനായ ഇപ്പോൾ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന റസൽ സ്വലാഹിയുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കുറഞ്ഞ സമയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഹദീസ് എന്താണ്? ഹദീസ് എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളൊക്കെ പഠിച്ചൊരു ഉത്തരമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം. ഇങ്ങനെ നമ്മൾ ഹദീസിന്റെ വിശദീകരണം എന്താണ് അതിന്റെ താരീഫ് എന്നത് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ എന്താണ് പ്രമാണം എന്നതിന് വളരെ കൃത്യമായും ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ മതപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കത്തിലായാൽ, ഭിന്നാഭിപ്രായത്തിലായാൽ, നിങ്ങൾ അതിനെ ഖുർആനിലേക്കും അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ് പറയുന്നത്. അതിന് മുഫസ്സിരീങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് ഇലൽ ഖുർആനി വസ്സുന്ന. അത് അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് മടക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഹദീസുകളിലേക്ക് മടക്കുക, റസൂലിന്റെ തിരുവചനങ്ങളിലേക്ക് ആ സംശയത്തെ മടക്കുക. ഖുർആനും നമുക്ക് മതപരമായ വിഷയത്തിൽ ഒരു സംശയമുണ്ടായാൽ അതിന് സംശയത്തിന് ഉത്തരം തേടിക്കൊണ്ട് നമ്മൾ പരതേണ്ടത് അത് ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ് എന്ന് വളരെ കൃത്യമായും നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് പ്രമാണമാണ് എന്നു തന്നെ വളരെ കൃത്യമായും ഖുർആൻ നമ്മളുടെ മുന്നിൽ അടിവരയിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ, റസൂലേ താങ്കൾക്ക് നാം ഖുർആനിനെ ഖുർആനെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം,
അവർക്ക് ഇറക്കപ്പെട്ടത് താങ്കൾ അവർക്ക് വിശദീകരിച്ചു നൽകുന്നതിന് വേണ്ടി. അപ്പോ ഖുർആനിനെ വിശദീകരിക്കേണ്ടത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രയോഗമാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഖുർആനിനെ ആളുകൾക്ക് ബയാൻ ചെയ്തു കൊടുക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, നമസ്കാരത്തെ പറ്റി ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. നിങ്ങൾ റുക്വ ചെയ്യണമെന്ന് പറയുന്നത് കാണാൻ കഴിയും, നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. പക്ഷേ അതിന്റെ രൂപം എന്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയുക ഹദീസുകളിലാണ്. നമ്മളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, നമ്മളുടെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞതിൽ പൂർണ്ണമായും നമസ്കാരത്തിന്റെ രൂപം നമുക്ക് ഖുർആനിൽ നിന്ന് പഠിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. വർക്കഉ വസ്ജുദു എന്ന പ്രയോഗങ്ങളുണ്ട്, പക്ഷേ 7 അംഗങ്ങൾ നിലത്ത് തട്ടിയുള്ള സുജൂദിന്റെ രൂപം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. അത് ഹദീസിലാണ് ഉണ്ടാവുക. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ബയാൻ ചെയ്തു തരേണ്ടത്. ആ ബയാനിനെതിരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരെ അപശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പറ്റി അതൊരു 2ാം നമ്പറായി, അതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉള്ളതായി, അതിൽ കടത്തിക്കൂട്ടലുകൾ ഉള്ളതായി പറയപ്പെടുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. മാത്രമല്ല ഹദീസുകളെ പാടെ നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ നമുക്കിടയിലുണ്ട്. യുക്തിവാദികൾ ഇസ്ലാമിന്റെ പ്രമാണത്തെ പൊളിച്ചെഴുതാൻ വേണ്ടിയുള്ള, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ ഗൗരവത്തോടുകൂടി എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ്, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാനുള്ള ഒരു സദസ്സാണ്. ആ ജാഗ്രതയോടുകൂടി, ആ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ സദസ്സിനെ, ഈ ഒരു പ്രോഗ്രാമിനെ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ആദ്യത്തെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾ, ഈ ജബ്ബാറിനെ പോലെയൊക്കെയുള്ള യുക്തിവാദികൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഹദീസ് ക്രോഡീകരിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി റഷ്യക്കാരനാണ്. ഈ ഹദീസ് റഷ്യക്കാരനായ ബുഖാരിയാണ് അതിനെ ശേഖരിച്ചത്, അതിനെന്തു പ്രാമാണികതയാണ് ഉള്ളത് എന്നൊക്കെ തുടങ്ങിയുള്ള ആരോപണങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയുള്ള അതിനുള്ളൊരു മറുപടിയാണ് ഇൻഷാ അല്ലാഹ് അത് ബഹുമാന്യനായ KM ഫൈസി നൽകുന്നതാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം അദ്ദേഹം ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഒരു അജയ്യതയും കൃത്യതയും അതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംസാരമായിരിക്കും. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, ആധുനിക കാലത്ത് നാം ഏറെ കേൾക്കുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള ചില ചോദ്യങ്ങളിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് യുക്തിവാദികളും മറുഭാഗത്ത് ഹദീസിനെ പ്രമാണമായി സ്വീകരിക്കാൻ കൊള്ളില്ല എന്ന് സംശയം ജനിപ്പിക്കുന്നവരും ഒക്കെ ചോദിക്കുന്ന വിവിധ ചോദ്യങ്ങളിൽ ഒന്നാണ് ബുഖാരിയും മുസ്ലിമും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ സാധാരണ കേൾക്കുന്ന പേരുകൾ. അവരല്ലേ ഈ ഹദീസൊക്കെ സമാഹരിച്ചത്? അവർ ജീവിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ലേ? അത് പറയുമ്പോൾ ഒരു ശൈലിയുണ്ട്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച, അതാണ് അവരുടെയൊക്കെ ശൈലി തന്നെ. കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ കാലത്തൊക്കെ ജീവിച്ച ആൾക്കാരാണെന്ന് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ശൈലികളൊക്കെ അവലംബിച്ചുകൊണ്ട് വളരെ പിൽക്കാലത്ത് ജീവിച്ച ആളുകൾ സമാഹരിച്ചതല്ലേ ഹദീസ്? എങ്ങനെയാണ് ഇതൊരു പ്രമാണമാവുക, രേഖയായി സ്വീകരിക്കാൻ കൊള്ളുക എന്നാണ് സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു ചോദ്യം. ഇതിനു മുമ്പ് മറ്റൊരു ശൈലിയിലും ഈ ചോദ്യം നമ്മൾ കേട്ടിരുന്നു. ഇമാം സുഹരിയുടെ ഉമർ അബ്ദുൽ അസീസിൻ്റെ ഭരണകാലത്ത് അല്ലേ ഹദീസ് സമാഹരിക്കപ്പെട്ടത്? അപ്പോഴേക്കും ഒരു നൂറ്റാണ്ട് പിന്നിട്ടില്ലേ? അതുകൊണ്ട് ഹദീസിൻ്റെ ആധികാരികതയെ
അവർ ചോദ്യം ചെയ്യാൻ ഇത്തരം മാർഗങ്ങളാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഹദീസ് അതിൻ്റെ 1-ാം തീയതിയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വീക്ഷിക്കുകയും നോക്കിക്കാണുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയായിരുന്നു ഖുർആനോടൊപ്പം പ്രവാചകന്റെ സമൂഹമാകുന്ന സ്വഹാബത്ത് ചെയ്തിരുന്നത്. ആ ഹദീസ് സംരക്ഷണത്തിന് 3 രീതികൾ അന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടു. ഒന്ന് ഹിഫ്ളാണ്. ഹദീസ് പ്രവാചകന്റെ വചനങ്ങൾ മനഃപ്പാഠമാക്കുകയാണ് ഒന്ന്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തേത് എഴുത്തറിയുന്ന ആളുകൾ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങളാകുന്ന ഹദീസുകൾ എല്ലാവരും അല്ലെങ്കിലും ധാരാളം സഹാബികൾ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിലൂടെയാണ് സ്വർഗമെന്ന് വിശ്വസിക്കുന്നവരാണ് സഹാബത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഈ ഹദീസ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചിരിച്ചു. റസൂല് ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഈ രൂപത്തിൽ തൻ്റെ കൈ കൊണ്ട് അംഗവിക്ഷേപം ചെയ്തു, ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്ന് പോലും ശ്രദ്ധിക്കുകയും അത് അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ചെരുപ്പഴിച്ചിട്ടു. എല്ലാ സഹാബികളും ചെരുപ്പഴിച്ചിട്ടു. റസൂൽ ചോദിച്ചു, നിസ്കാരത്തിന്റെ എന്തിനെ നിങ്ങൾ അഴിച്ചിട്ട്? റസൂലെ, താങ്കൾ അഴിച്ചിട്ടു, ഞങ്ങൾ അഴിച്ചിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് പറഞ്ഞു, ഈ ചെരുപ്പിൽ മ്ലേച്ഛതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിട്ടത്, ഇനി നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ എത്രമാത്രം ജീവിതത്തിൽ പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും സഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കണമെന്ന് മാത്രമല്ല സമൂഹത്തോട് പറഞ്ഞത്, മറിച്ച് ഹദീസ് പഠിക്കണം, മനഃപ്പാഠമാക്കണം എന്നവരോട് ഉപദേശിച്ചു. നിരവധി വചനങ്ങൾ നമുക്ക് കാണാം. ഒരിക്കൽ റസൂല് പറഞ്ഞു, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഹു കമാ സമിഅ. നമ്മളിൽ നിന്ന് കേൾക്കുകയും കേട്ടത് അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവർക്ക് ശോഭനമായ ഒരവസ്ഥ റബ്ബ് നൽകുമെന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരിക്കൽ റസൂല് പറഞ്ഞു, സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഹു ഗൈറഹു. എന്നിൽ നിന്ന് ഹദീസ് കേട്ടു, എന്നിട്ടത് ഹിഫ്ള് ചെയ്തു മനഃപ്പാഠമാക്കി സുരക്ഷിതമായി അവൻ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുത്തു എങ്കിൽ അള്ളാഹുവിന് ശോഭനമായ അനുഗ്രഹീതമായ അവസ്ഥ നൽകുമെന്നാണ്. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സുന്നത്ത്, തൻ്റെ ഹദീസ് അത് പ്രമാണമാണെന്നും അത് പകർത്തണമെന്നും മനഃപ്പാഠമാക്കണമെന്നും അത് സംരക്ഷിക്കണമെന്നും സമൂഹത്തോട് ഉപദേശിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഏതൊരു ഉപദേശവും സാഹൂതം കേൾക്കുകയും സശ്രദ്ധം ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന ഒരു സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു വചനവും ഒരു സുന്നത്തും ഒരു ചര്യയും ഉപേക്ഷ വരുത്തുകയില്ല എന്നത് ആ ചരിത്രമറിയുന്ന ഏതൊരാൾക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ നമുക്കിടയിൽ ഒരു സംശയമായി വരാവുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന ഹദീസ് ഈ വിഷയത്തിൽ പലപ്പോഴും എതിർത്തെളിവായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്തതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കരുത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്നുള്ള ഹദീസുണ്ട്.
അപ്പൊ സഹാബത്ത് ഹിഫ്ളാക്കി എന്നുള്ളത് ശരിയാണ്, അവർ മനഃപ്പാടമാക്കിയിരുന്നു. മനഃപ്പാടമാക്കാൻ അവർക്ക് അപാരമായ കഴിവുണ്ടായിരുന്നു. ഇപ്പൊ മുഅല്ലഖാത്തുകൾ, 100-ൽ പരം വരുന്ന കവിതകൾ ഒരു സദസ്സിൽ നിന്ന് ചൊല്ലിത്തീരുമ്പോഴേക്കും ആ കവിതകൾ അത്രയും മനഃപ്പാടമാക്കുന്ന ഒരു കാലഘട്ടം നമുക്കവിടെ കാണാം. അത് സൂചിപ്പിക്കുന്നത് ഹിഫ്ളിൽ എന്തുമാത്രം മികച്ച ഒരവസ്ഥ ആ സമൂഹത്തിനുണ്ടായിരുന്നു എന്നാണ്. ഒരു പ്രസംഗം കേട്ടുകഴിഞ്ഞ ശേഷം ആ പ്രസംഗം അത്രയും മനഃപ്പാടമുള്ളവരായി അവരിൽ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഹിഫ്ളിന്റെ അപാരമായ കഴിവ് എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ കഴിവുണ്ടവരായിരുന്നുവെങ്കിലും മനസ്സിൽ അവര് മനഃപ്പാടമാക്കി വെച്ചിരുന്നെങ്കിലും എഴുതിയിരുന്നോ? എഴുതരുത് എന്ന് റസൂൽ അവരോട് പറഞ്ഞിട്ടില്ലേ എന്നാണ്. എഴുതരുത് എന്ന് പറഞ്ഞ ആ ഹദീസ് തന്നെ തെളിയിക്കുന്നത് എഴുതാം എന്നുള്ളതല്ലേ. അത് ഈ ഹദീസ് ഏതാണ്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. എഴുതരുത് എന്ന ഹദീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഹദീസ് തന്നെ തെളിയിക്കുന്നത് എഴുതാം എന്നുള്ള വസ്തുതയാണ് എന്നല്ലേ അതിന്റെ ലോജിക്ക് നമ്മൾ ആലോചിച്ചു നോക്കി. അപ്പൊ ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ഹദീസ് പ്രവാചകന്റെ വചനമായാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഇമാം ബുഖാരിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ അത് മൗഖൂഫായ റിവായത്തായിട്ടാണ്, അഥവാ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ വചനമായിട്ടാണ് അത് ഉദ്ധരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, എഴുതരുത് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് മുഖവിലക്കെടുത്ത് അതിൻ്റെ സ്വീകാര്യത നമ്മൾ അംഗീകരിച്ചാൽ തന്നെ എന്തുകൊണ്ട് എഴുതരുത് എന്ന് പറഞ്ഞു? ഖുർആനും അതല്ലാത്തതും ഒരുമിച്ച് ഇടകലർത്തി രേഖപ്പെടുത്തുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഖുർആനോട് കൂടിക്കലർന്നു പോകുന്നൊരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടും അങ്ങനെ എഴുതുന്ന ആളുകളോടുമാണ് അള്ളാഹുവിൻ്റെ റസൂല് എഴുതരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എഴുതുവാൻ അനുവദിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി സാക്ഷ്യങ്ങൾ ഹദീസിൽ തന്നെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹദീസുകൾ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, ഇൽമ് രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ബാബു കിതാബത്തുൽ ഇൽമ്, വിജ്ഞാനം രേഖപ്പെടുത്തി വെക്കുക എന്നൊരു അധ്യായമുണ്ട്. അതിൽ അദ്ദേഹം ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതെല്ലാം തെളിയിക്കുന്നത് രേഖപ്പെടുത്തി വെക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വഹാബത്തിന് നിർദ്ദേശവും അനുവാദവും നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മനഃപ്പാടമാക്കുന്നതോടൊപ്പം ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കുക കൂടി ചെയ്യുന്ന ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷഘട്ടങ്ങളിലും ക്ഷോഭമുള്ള സന്ദർഭങ്ങളിലും ഒക്കെ പറയുന്നത് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങ് ദേഷ്യമുള്ള ഘട്ടത്തിൽ പറയുന്നതും എനിക്ക് സ്വീകരിക്കാമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഫവല്ലദീ നഫ്സി ബിയദിഹി മാ യഖ്റുജു മിന്നു ഇല്ലാ ഹഖുൻ, എൻ്റെ ഈ വായിൽ നിന്ന് സത്യമല്ലാതെ പുറത്തു വരില്ല, അള്ളാഹുവാണ് സത്യം, അതുകൊണ്ട് ഏതും രേഖപ്പെടുത്തി വെച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയദിനത്തിൽ സുപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ ശേഷം അബൂഷാ യമൻകാരനാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ അതൊന്ന് രേഖപ്പെടുത്തി കിട്ടിയെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഹാബത്തിനോട് പറഞ്ഞു, ഉത്തുബൂലി അബീഷാ, അബൂഷാക്ക് നിങ്ങൾ എഴുതി കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. സഹാബത്ത് ആ പ്രസംഗം അദ്ദേഹത്തിന് രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയം എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിലാണ്. പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി അത് രേഖപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഹുദൈബ സന്ധിയുടെ ശേഷമുണ്ടായ സമാധാന കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിസരത്തുള്ള നിരവധി രാജാക്കന്മാരെയും ഭരണാധികാരികളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് റസായിലുകൾ, രേഖകൾ എഴുതി, ക്ഷണക്കത്തുകൾ രേഖപ്പെടുത്തി ദൂതന്മാർ മുഖേന അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ധാരാളം സഹാബികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പലരുടെയും കയ്യിൽ അതിനുള്ള ഏടുകളും ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്ന ഒരു ഏട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഫീഹാ മാ സമിഅതുഹു മിൻ റസൂലില്ലാഹ് വലൈസ ബൈനി വബൈനഹു അഹദുൻ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് ഇടക്കാര്യമില്ലാതെ ഞാൻ കേട്ട കാര്യങ്ങളാണ് എൻ്റെ ഈ സഹീഫത്തിലുള്ളത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഏട് അലി റളിയല്ലാഹുവിന്റെ കൈവശമുണ്ട്. മറ്റൊരു രേഖ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൈവശമുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എഴുതുവാൻ വേണ്ടി അനുവദിക്കുകയും നിർദ്ദേശിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ചരിത്ര സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഹദീസിന്റെ ക്രോഡീകരണം എന്ന് പറയുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ചതല്ല. റസൂലിന്റെ കാലത്ത് അങ്ങനെയുള്ള സമാഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബികളിൽ ധാരാളം ആളുകൾ പ്രവാചകന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. താബികളിൽ നിരവധി പണ്ഡിതന്മാർ സമാഹരിച്ചിട്ടുണ്ട്. അതിനുശേഷം നിരവധി ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സഹാബികളിൽ പേരുകൾ മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത്. ഹദീസ് രേഖപ്പെടുത്തി വെച്ച പ്രമുഖ സഹാബികളിൽ ചിലരെ മാത്രമാണ്. അസീദ് ബിൻ ഹുദൈറുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അതേപ്രകാരം അദ്ദേഹം തൻ്റെ രേഖപ്പെടുത്തിയ ഹദീസുകളൊക്കെ ഭരണാധികാരിയായിരുന്ന മർവാൻ ബിൻ ഹക്കമിനാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ജാബിർ ബിൻ സമറ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു, സമറത്ത് ബിൻ ജുന്ദബ്, സെയ്ദ് ബിൻ സാബിത്ത്, അബ്ദുല്ലാഹി ബിൻ അബി ഔഫ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തുടങ്ങിയുള്ള നിരവധി പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്വഹാബികൾ ഹദീസുകൾ രേഖപ്പെടുത്തുകയും അത് ഏടുകളായി ഗ്രന്ഥങ്ങളായി തങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാവുകയും പലപ്പോഴും മറ്റ് ഭരണാധികാരികൾക്കും തങ്ങളുടെ വിദ്യാർത്ഥികൾക്കുമൊക്കെ അവർ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ വിദ്യാർത്ഥികളോട്, സന്താദികളോട് അദ്ദേഹം പറഞ്ഞിരുന്നത് യാ ബനിയ ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, ഇൽമ് നിങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കണം എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ ഇൽമ രേഖപ്പെടുത്തണം എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ രേഖപ്പെടുത്തണമെന്നാണ്. ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ളയുടെ ഒരു ഗ്രന്ഥമാണ് തഖ്യീദുൽ ഇൽമ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. പൂർവകാല സഹാബികളും താബികളുമൊക്കെ ഹദീസുകളും മറ്റ് വിജ്ഞാനങ്ങളും റസൂലിൻ്റെയും താബികളുടെയും സഹാബത്തിൻ്റെയും ഒക്കെ വിജ്ഞാനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു ചർച്ച വ്യക്തമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂചിപ്പിക്കുന്നത് സഹാബികൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തുവാൻ വേണ്ടി തങ്ങളുടെ ശിഷ്യന്മാരോട് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. താബികളിലും ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ആമിർ ഷഅബി, താബിയിലെ പ്രസിദ്ധനായ ഇമാം ഹസനുൽ ബസരി, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം താബികളിലെ പ്രമുഖരാണ്. അവരെല്ലാം ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. സാലിഹ് ഇബ്നു കൈസാൻ അദ്ദേഹം പറയുന്ന ഒരു അനുഭവമുണ്ട്. ഞാനും സുഹരിയും ഞങ്ങൾ രണ്ടുപേരും ഹദീസിന്റെ പഠിതാക്കളാണ്.
ഫകുല്ലുനാ നക്തുബു സുനൻ, ഞങ്ങളെല്ലാം ഹദീസുകൾ ക്രോഡീകരിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ് ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ ഇമാം സുഹരി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പുറമെ സഹാബത്തിൽ നിന്നുള്ള സുന്നത്തുകൾ കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ധാരാളം ഹദീസിന്റെ ക്രോഡീകരണം ഹിഫ്ള് മുഖ്യമായി അവലംബിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചതും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ താബികളുടെയും താബികളുടെയും കാലത്തൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവിലെ നമ്മുടെ സമൂഹത്തിലേക്കുള്ള തെറ്റിദ്ധാരണ, അതാണ് ചോദ്യകർ നേരത്തെ സൂചിപ്പിച്ചത്. ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയുള്ള ഹദീസ് പണ്ഡിതന്മാരെ പേര് കേൾക്കുന്നത് കൊണ്ട് അവിടെ നിങ്ങോട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളും അവരുടെ സമാഹാരങ്ങളുമാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്. എന്നാൽ ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറയിലെ നിരവധി മുഹദ്ദിസുകളുടെ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത രൂപത്തിൽ തന്നെ ലഭ്യമാണ്. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചിലത് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മുസ്നദ് അബൂ ഹനീഫ റഹിമഹുല്ല, 500ഓളം ഹദീസുകളാണ് അതിലുള്ളത്. 2, അൽ ജാമിഅ് മഅ്മർ ബിൻ റാഷിദ്, ഇമാം മഅ്മർ ബിൻ റാഷിദ് റഹിമഹുല്ലയുടെ അൽ ജാമിഅ് 1033 ഹദീസുകൾ അതിലുണ്ട്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത 3676 ഹദീസുകൾ അതിലുണ്ട്. ഇമാം അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹിമഹുല്ലയുടെ അസ്സുഹദ് വറഖായിഖ് എന്ന ഹദീസ് ഗ്രന്ഥം 1627 ഹദീസുകൾ ഇതിലുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ മുസ്നദ് 709 ഹദീസുകൾ ഇതിലുണ്ട്. ഇമാം ഇബ്നു വഹബിന്റെ അൽ ജാമിഅ് 717 ഹദീസുകളുണ്ട്. ഇമാം അബൂ ദാവൂദ് ത്വയാലിസിയുടെ മുസ്നദ് 2890 ഹദീസുകൾ അതിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം അബ്ദുർ റസാഖിന്റെ മുസന്നഫ്, ഇമാം അസ്സൻആനിയുടെ അൽ അമാലി, അബൂ യൂസുഫ് അൽ അൻസാരിയുടെ അൽ ആസാർ, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇമാം ഹുമൈദിയുടെ മുസ്നദ്, ഖാസിമുസ് സല്ലാമിന്റെ അത്തഹൂർ എന്ന ഗ്രന്ഥം, ഇമാം നുഐമുൽ ഹമ്മാദിന്റെ കിതാബുൽ ഫിതൻ, ഇബ്നു അബീ ശൈബയുടെ മുസ്നദ്, ഇമാം അഹമ്മദിന്റെ മുസ്നദ്, സഈദ് ബിൻ മൻസൂറിന്റെ സുനന്, അലി ബിൻ ഹജർ സഅദിയുടെ ഹദീസ് സമാഹാരം, ഇമാം ഇസ്ഹാഖ് ബിൻ റാഹബയുടെ മുസ്നദ്, ഇസ്മാഈൽ ബിൻ ജഅഫർ റഹിമഹുല്ലയുടെ അഹാദീസ് എന്ന ഗ്രന്ഥം. ഇതൊക്കെ ഹദീസിന്റെ സമാഹാര ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ ഇക്കാലഘട്ടത്തിൽ നമുക്ക് ബുക്ക് സ്റ്റാളുകളിൽ ചെന്നാൽ വാങ്ങാൻ ലഭിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. മാർക്കറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുമ്പുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുടെ സമാഹാരം നമുക്ക് കാണാം. അപ്പൊ സൂചിപ്പിച്ചത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കാലഘട്ടത്തിലല്ല ഹദീസുകൾ ഗ്രന്ഥങ്ങളുടെ തദ്വീനുകൾ നടന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് നിരവധി പണ്ഡിതന്മാർ ഹദീസുകളുടെ സമാഹരിക്കുകയും ഗ്രന്ഥങ്ങളായി അത് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അവരുടെ ശിഷ്യന്മാരിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആയിരക്കണക്കിന് ഹദീസുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ മിക്കവാറും ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത രൂപത്തിൽ ലഭ്യമാണ്. അത്തരത്തിലുള്ള 20ഓളം ഗ്രന്ഥങ്ങളും അതിനെ സംബന്ധിച്ച് ഞാനിവിടെ എഴുതി കൊണ്ടുവന്നു. സമയത്തിന്റെ ഭയം കൊണ്ടാണ് ഞാനത് ചുരുക്കിയിട്ടുള്ളത്. അപ്പൊ സൂചിപ്പിച്ചത് ഹദീസ് സമാഹാരം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ക്രോഡീകരണം നടന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന പോലെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ നൂറ്റാണ്ടിൽ വന്ന ചില പണ്ഡിതന്മാര്, അറിയപ്പെടുന്ന പണ്ഡിതന്മാര് മാത്രമല്ല, അതിനു മുമ്പ് ധാരാളം ഇമാമുകളുണ്ട്. അവരെല്ലാം ഹദീസുകൾ സമാഹരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഹദീസാണ് പിന്നെ വന്ന
ഇമാം മുസ്ലിമിൻ്റേത്, ഇമാം ബുഖാരിയുടെ ഹദീസുകളിലും വന്നിട്ടുള്ളത്. നമ്മൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ ഞാൻ വായിച്ച പോലെയുള്ള അയിമ്മത്തുകളുടെ ഹദീസിൽ, അവരുടെ സമാഹാരങ്ങളിൽ ഈ ഹദീസുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒന്നാമത്തെ ഹദീസ് നമുക്കറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതുപോലെ ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ മുമ്പ് ജീവിച്ചിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾക്കറിയാവുന്ന മുഅത്ത, ആ മുഅത്ത പരിശോധിച്ചാൽ അതിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് 983 നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേ ഹദീസ് തന്നെ അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ അസ്സുഹദ് എന്നുള്ള ഗ്രന്ഥം, അതിൽ 188 ഹദീസായി നമുക്ക് കാണാം. അതേ ഹദീസ് ഇമാം അബൂ ദാവൂദ് തയാലിസിയുടെ ഗ്രന്ഥത്തിൽ 37 നമ്പറായി കാണാം. മുസ്നദ് ഹുമൈദിയിൽ 28 നമ്പറായി കാണാം. സൂചിപ്പിക്കുന്നത് ഒരു ഹദീസ് ഇമാം ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാം ആ ഹദീസ് ആദ്യം രേഖപ്പെടുത്തിയത്, ക്രോഡീകരിച്ചത് അതിന് മുമ്പുള്ള അയിമ്മത്തുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്തരം ഹദീസുകളൊക്കെയുണ്ട്. പലപ്പോഴും ഇമാം ബുഖാരിയുടെ സനദ് ഏതാണോ അതേ സനദ് തന്നെ ആയിരിക്കും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും നാം കാണുന്ന ഹദീസ്. ആ നിലക്ക് ഈ അറിയപ്പെടുന്ന ഇമാം ബുഖാരി റഹിമഹുള്ളയുടെയും ശേഷവും വന്ന പണ്ഡിതന്മാരല്ല ആദ്യമായി ഹദീസിന്റെ ക്രോഡീകരണവും സമാഹാരവും നടത്തിയിട്ടുള്ളത്. സഹാബത്തിന്റെ കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, താബിഈകളുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔപചാരികമായി ഒരു ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഹദീസിന്റെ സമാഹാരം നിർവഹിക്കപ്പെട്ടത് ഉമർ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ഉത്തരവനുസരിച്ചുകൊണ്ട് ഇമാം സുഹരിയും അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വന്ന അയിമ്മത്തുകളും ഹദീസിന്റെ സമാഹാരങ്ങൾ, ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വന്നവരാണ് ഇമാം ബുഖാരിയെ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ. അവർ അവരുടെ സമാഹാരത്തിന് ചില സവിശേഷതകളും പ്രത്യേകതകളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് സമാഹരിച്ചു എന്നതാണ്. അതല്ലാതെ ആ ഹദീസുകളൊന്നും അവർക്ക് മുമ്പ് ആരും രേഖപ്പെടുത്താത്തതോ ആർക്കും അറിയാത്തതോ അല്ല എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഹദീസിന്റെ സംരക്ഷണത്തിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ നിദാന ശാസ്ത്രം എന്ന നിലക്ക് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. സഹാബത്തിന്റെ കാലത്ത് എല്ലാവരും വിശ്വസ്തരായിരുന്നു. പിന്നീട് മുസ്ലിം സമൂഹത്തിൽ പലതരത്തിലുള്ള അപജയങ്ങളും പ്രസ്ഥാനങ്ങളും ചിന്തകളുമൊക്കെ രൂപപ്പെട്ടു വന്നപ്പോൾ ഹദീസുകൾ നിർമ്മിക്കപ്പെടുന്ന വ്യാജ നിർമ്മിതമായ ഹദീസുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ കൃത്യമായ സനദുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം മുസ്ലിം പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയെടുക്കുകയും അതനുസരിച്ചുകൊണ്ട് ഹദീസുകൾ ശുദ്ധീകരണ പ്രക്രിയ അവർ നിർവഹിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്ര സാക്ഷ്യം വഹിക്കുന്നത്. ഹദീസ് സമാഹരിക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അത്രയും ഉദാത്തമായിരുന്നു, അജയ്യമായിരുന്നു, കൃത്യതയുള്ളതായിരുന്നു. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തി അയാൾ വിശ്വസ്തനാണോ, സത്യസന്ധനാണോ, അതിൻ്റെ പുറമെ അയാളുടെ ഓർമ്മശക്തി എന്തുമാത്രം ഉണ്ടായിരുന്നു, അയാൾക്ക് ഓർമ്മക്കുറവ് പ്രായാധിക്യം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ സംഭവിച്ചിട്ടുണ്ടോ, അയാളുടെ ശിഷ്യന്മാർ ആരൊക്കെയാണ്, അയാളുടെ ഗുരുനാഥന്മാർ ആരൊക്കെയാണ്, ആരുടെ അടുക്കൽ വെച്ചാണ് പഠിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് ആരൊക്കെയാണ് അംഗീകാരം നൽകിയത്, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് സൂക്ഷ്മമായ പഠനം നടത്തുന്നു. ഒന്ന്. രണ്ടാമത്തത്, ആ ഹദീസിൽ എവിടെയും കണ്ണിമുറിയാതെ പ്രവാചകന്റെ കാലം മുതൽ ഇമാം ബുഖാരി വരെ, ഇമാം മുസ്ലിം വരെ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ഇമാമുകൾ വരെ അതിൻ്റെ രേഖകൾ കണ്ണിമുറിയാതെ ലഭ്യമാണോ അല്ലയോ, ഇങ്ങനെ നിരവധി
സൂക്ഷ്മ വിശകലനങ്ങൾക്ക് ശേഷമാണ് ഒരാളുടെ ഹദീസ് സ്വീകാര്യമായി അംഗീകരിക്കുവാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നമ്മൾ ഇന്നും പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. ശ്രീബുദ്ധന്റെ ചരിത്രം നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ഒരു വിശകലന സംവിധാനം ചരിത്രം സ്വീകരിക്കുന്നിടത്തൊന്നും നമുക്കുണ്ടാകാറില്ല. എന്നാൽ നമ്മളത് സ്വീകരിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം അജയ്യവും കൃത്യവും അതിസൂക്ഷ്മവുമായ മാനദണ്ഡത്തിലൂടെയാണ് പ്രവാചകന്റെ ഹദീസിന്റെ സ്വീകാര്യത മുസ്ലിം ലോക പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ളത്. അത്ര സൂക്ഷ്മയുള്ള ഒരു ചരിത്ര പഠനം ഈ വിഷയത്തിൽ മറ്റൊരാൾക്കും മറ്റൊരു മേഖലയിലും മറ്റൊരു മതവിഭാഗത്തിനും അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയുന്ന കാര്യം. അത്രമാത്രം അജയ്യമായ ഒരു സംവിധാനത്തിലൂടെയാണ് പ്രവാചകന്റെ ഹദീസിന്റെ സുരക്ഷയും അതിൻ്റെ സംരക്ഷണവും മുസ്ലിം ലോകം നിർവഹിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനഃപ്പാഠമാക്കിയിട്ടും രേഖപ്പെടുത്തി വെച്ചുകൊണ്ടും ഗ്രന്ഥങ്ങളായി രചിച്ചുകൊണ്ടും മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ത്യാഗപൂർവമുള്ള പരിശ്രമത്തിലൂടെ സംരക്ഷിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ ആരാലും സാധ്യമല്ലാത്ത വളരെ വ്യക്തമായ രേഖയായി ആ ഹദീസുകൾ ഇന്നും സമൂഹത്തിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജസാക്കല്ലാഹു ഖൈറ. നമ്മളിവിടെ ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ രേഖീകരിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നാലെ വന്ന പ്രമുഖരായ മുഹദ്ദിസുകൾ അവരുടെ സേവനം കാലഘട്ടങ്ങളിൽ തുടർന്നു പോവുകയാണ് ചെയ്തത് എന്നതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. അതുപോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രം വളരെ കൃത്യമായും ഹദീസുകളെയും അതുപോലെ തന്നെ ഹദീസുകളിലേക്കുള്ള കടത്തിക്കൂട്ടാനുള്ള ശ്രമങ്ങളെ തടുക്കുന്ന രീതിയിൽ അജയ്യമാണ് എന്നതുമെല്ലാമാണ് ഫൈസി നമ്മളോട് വിശദീകരിച്ചത്. അടുത്തതായി നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ്. പലപ്പോഴും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ പ്രമാണം ഖുർആൻ മാത്രം എന്ന പേരിൽ ഒരുപാട് ആളുകളുണ്ടായി. അതിൽ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ടായി, അതിൽ ചർച്ചകളും കാര്യങ്ങളും, അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളും അതിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രമാണം ഖുർആൻ മാത്രമല്ലേ എന്നതാണ് അവർ ചോദിക്കാൻ ശ്രമിക്കുന്നത്. പുതുതലമുറയോട് അവർ പറയാൻ ശ്രമിക്കുന്നതും ഈ ഹദീസ് എന്നൊന്നും പറയുന്നത് അതിന് തീരെ ഒരു കൃത്യതയില്ല, അത് ആരൊക്കെയോ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തതാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംസാരവും. അതുകൊണ്ട് തന്നെ ഹദീസുകളെ നാം പാടെ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന രീതിയിലുള്ള ചർച്ചകൾ നമുക്കിടയിലുണ്ട്. ആ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി റസൽ സലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യം, ആ ചോദ്യം നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ടീം ഭാവിയിൽ വരാനുണ്ട് എന്ന് 1400 വർഷം മുൻപ് റസൂല് പറഞ്ഞു കഴിഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി നന്നായി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് തൻ്റെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ പറയും, അമ്രുൻ മിമ്മ അമർതു ബിഹി ഔ നഹൈതു അൻഹു, അവനോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അഥവാ റസൂല് കൽപ്പിച്ചിട്ടുണ്ട്, റസൂല് വിരോധിച്ചിട്ടുണ്ട് എന്ന് ഒരു കാര്യം അവനോട് പറഞ്ഞാൽ അവൻ പറയും, ലാ അദ്രി, എനിക്കറിയില്ല, മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, ഖുർആനിൽ ഞാൻ എന്തൊന്നാണോ കാണുന്നത് അത് മാത്രമേ ഞാൻ പിന്തുടരുകയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷം മുൻപ് ഇങ്ങനെ ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് റസൂല് പ്രവചിച്ചു.
റസൂല് പ്രവാചകന്മാർ എന്ന് പേര് വിളിക്കുന്നത് തന്നെ അവര് പ്രവചനം നടത്തുന്നത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ ഹക്കാണ്, അള്ളാഹ്ക്കറിയാം ഇങ്ങനെയുള്ള ഒരു വിഭാഗം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ കേരളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹദീസ് നിഷേധം ആരംഭിക്കുന്നത് ചേകന്നൂർ മൗലവിയാണ് അതിന് തുടക്കമിടുന്നത്. അപ്പോ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മരം മുറിക്കുന്നത് പോലെയാണ് ചേകന്നൂർ മൗലവി ഹദീസുകളെ പാടെ തള്ളിയത്. എങ്ങനെയാണ് ഒരു മരം മുറിക്കുക? ആ മരം വെട്ടുകാരൻ ഒരിക്കലും ആദ്യം തന്നെ അതിൻ്റെ ഘടഭാഗത്ത് കത്തി വെക്കില്ല. പിന്നെ എന്താ ചെയ്യാം? ആദ്യം വലിയ വലിയ ശിഖിരങ്ങൾ അത് മുറിച്ചു മാറ്റും. പിന്നെ ചെറിയ ചെറിയ ശിഖിരങ്ങൾ അതും മുറിച്ചു മാറ്റും. പിന്നീട് ആകെ ഉള്ളത് അതിൻ്റെ ആ തടിയാണ്, അതിൻ്റെ ട്രങ്ക് ഭാഗമാണ്. ആ ട്രങ്ക് ഭാഗം പിന്നെ നല്ല വലുപ്പമുണ്ടെങ്കിൽ അതൊന്ന് വീണ്ടും മുറിക്കും. അങ്ങനെ മുറിച്ച് അവസാനം അതിൻ്റെ ഘടഭാഗം വെട്ടി താഴെ വീണ് കഴിഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും അപകടം ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഘടഭാഗത്ത് കത്തിവെക്കും. ഇതുപോലെയാണ് ചേകന്നൂർ മൗലവി ഹദീസുകളെ മുറിച്ചു മാറ്റിയത്. ആദ്യം ചേകന്നൂർ മൗലവി വന്നു പറഞ്ഞത് ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്നല്ല. അദ്ദേഹം ആദ്യം വന്നു പറഞ്ഞത് മുതവാത്തിറായ ഹദീസുകൾ സ്വീകരിക്കാം, ആഹാദായ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഖുർആൻ മുത്തവാത്തിറാണ്. അഥവാ ഒരുപാട് പരമ്പരകളിലൂടെ ഒരുപാട് ആളുകളിലൂടെ നമുക്ക് വന്നെത്തിയതാണ് പരിശുദ്ധ ഖുർആൻ. ഇതേപോലെയാണ് മുത്തവാത്തിറായ ഹദീസുകളും. അതും പരമ്പരകളിലൂടെ ധാരാളം പരമ്പരകളിലൂടെ നമുക്ക് വന്നു കിട്ടിയതാണ്. എന്നാൽ ആഹാദായ ഹദീസുകൾ, ആഹാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉസൂലിന്റെ ഭാഷയിൽ ഇവർ ഉദ്ദേശിച്ച ആഹാദല്ല. ഇവർ ആഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകറാവി എന്ന് ഭാഷയിൽ നമുക്ക് പറയാം. ഏകറാവി അഥവാ ഒരു സഹാബി മാത്രം ഉദ്ധരിക്കാം. ആ സഹാബി മാത്രം ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേകന്നൂർ മൗലവി വന്നത്. അങ്ങനെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത അയാളുടെ തന്ത്രമായിരുന്നു ഏറ്റവും അധികം ഹദീസ് രേഖപ്പെടുത്തിയത് അബൂ ഹുറൈറയാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു തശ്കീക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം, സംശയം ഉണ്ടാക്കണം. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ എന്നുള്ള വ്യക്തി റസൂലിന്റെ കാലത്ത് അവസാന സമയത്ത് ഏതാണ്ട് 3 വർഷമൊക്കെ അദ്ദേഹം ജീവിച്ചുള്ളൂ റസൂലിന്റെ കൂടെ. അപ്പൊ അവസാനം വന്ന ആളല്ല അബൂ ഹുറൈറ. അപ്പൊ അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അബൂ ഹുറൈറയുമായി രണ്ടാമത് വന്നു. പിന്നെ വന്നത് ബുഖാരിയാണ്. ബുഖാരി എന്നുള്ളത് അദ്ദേഹം റഷ്യയിലെ ഉസ്ബെക്കിസ്ഥാൻ തൻ്റെ വീട്ടിലിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ്. അതിന് ഒരു ആധികാരികതയില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനം മൂപ്പര് ഓതി ആയത്ത്, അഥവാ ആ കാലഘട്ടത്തിൽ ചേകന്നൂർ മൗലവി ഒരു സെമിനാർ നടത്തി, ഖുർആൻ സെമിനാർ. ആ സെമിനാറിൽ അയാൾ കാര്യമായി ഓതിയ ഒരു ആയത്തായിരുന്നു വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അപ്പോ ഈ ആയത്തിൽ പറയണത് നാം നിനക്ക് കിതാബ് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു തിബിയാനൻ, അത് വിശദീകരണത്തോട് കൂടിയുള്ള ഒരു കിതാബാണ്. എങ്ങനെയുള്ള വിശദീകരണം? അത് എങ്ങനെയാണ്? ലികുല്ലി ഷൈഇൻ. മൂപ്പര് അങ്ങനെ അർത്ഥം പറഞ്ഞത് ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും. അപ്പൊ പിന്നെ എന്ത് വേണ്ട? അവന് ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി. അപ്പൊ ഒന്നാമതായി നമ്മളോട് മനസ്സിലാക്കേണ്ടത് ചേകന്നൂർ മൗലവിക്ക് ആദ്യം തന്നെ പിഴച്ചത് മൻഹജിലായിരുന്നുള്ളതാണ്. അഥവാ എങ്ങനെയാണ് ഒരു ആയത്ത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് അദ്ദേഹത്തിന് ആദ്യം പിഴവ് സംഭവിച്ചത്. കാരണം ഈ ആയത്ത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുത്തത് ഈ പറഞ്ഞ ചേകന്നൂർ മൗലവിക്കൊന്നല്ലല്ലോ, സഹാബത്തിനല്ലോ. ആ സഹാബത്തിന് റസൂല് ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ഒരൊറ്റ സഹാബി പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഖുർആൻ മാത്രം മതി, ഖുർആൻ എല്ലാം പറഞ്ഞിട്ട്, ഇനിയിപ്പോ ഹദീസ് ഒന്നും വേണ്ട, റസൂലിന്റെ വാക്കൊന്നും കേൾക്കണ്ട, റസൂലിന്റെ സദസ്സിലൊന്നും പോയിരിക്കണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് ഒരൊറ്റ സഹാബി പോലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞതല്ലേ, ദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു
നമ്മുടെ ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. ആ 73 വിഭാഗത്തിൽ 72 കുല്ലുഹും ഫിന്നാർ, നരകത്തിലാണെന്നാണ്. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ച റസൂലെ ആരാണ്, ഏതാണ് വിഭാഗം, ഏതാ ടീം? അപ്പൊ റസൂൽ പറഞ്ഞു മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു ദീനിലാണോ, എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കിയത്, എങ്ങനെയാണത് ജീവിതത്തിലേക്ക് തത്ബീഖ് ചെയ്തത്, അത് അപ്ലൈ ചെയ്തത്, അതാരാണോ സ്വീകരിക്കുന്നത് ഓല് രക്ഷപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. മൻഹജിൽ തന്നെ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ഈ ആയത്ത് ഇതിനെ തെളിവാക്കാൻ കഴിയില്ല. കാരണം ഒന്നാമത് ഒരു സഹാബി പോലും ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ഹദീസുകൾ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഖുർആന്റെ ആയത്ത് വിശദീകരിക്കേണ്ടത് അള്ളാന്റെ റസൂലും സഹാബത്താണ്. അവർ വിശദീകരിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ഈ ആയത്ത് ഖുർആനിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, റസൂലിനെ കുറിച്ച് അള്ളാഹു ഒരു വചനം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇച്ഛ, ദേഹേച്ഛയാൽ, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹത്താൽ ഒന്നും സംസാരിക്കുകയില്ല. അത് വഹി എന്താണോ നൽകപ്പെടുന്നത് അത് മാത്രമേ റസൂല് സംസാരിക്കുള്ളൂ എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് മുഴുവൻ വഹിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച മുഴുവൻ വഹിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഏതാണ് വഹി? റസൂല് ദീനിയായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹിയായിരിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായി പറഞ്ഞ പല കാര്യങ്ങളും അത് വഹിയായിരുന്നില്ല. ഉദാഹരണം, ഇപ്പൊ ബദർ യുദ്ധം എടുത്തോളീൻ. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നെ ആദ്യം ഒരു ഭാഗത്ത് അവര് തമ്പടിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായ സഹാബികൾ പറഞ്ഞു, റസൂലേ, ഇവിടെ തമ്പടിക്കുന്നതിനേക്കാൾ കുറച്ച് സേഫ്റ്റി ഉള്ളത് കുറച്ചങ്ങോട്ട് നീങ്ങി തമ്പടിക്കലാണ്. അപ്പൊ റസൂല് പറഞ്ഞു, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് നമുക്ക് നീങ്ങി അവിടെ ഇരിക്കാം. അല്ല, അത് വഹിയായിരുന്നെങ്കിൽ, ഏത് ഇവിടെ തമ്പടിക്കണം എന്നത് വഹിയായിരുന്നെങ്കിൽ റസൂല് പറയും ഇത് വഹിയാണ്, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. റസൂല് പറഞ്ഞില്ല. മറ്റൊരു ഉദാഹരണമാണ്, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ നബി ഒന്ന് നോക്കിയപ്പോൾ എന്താ, പിന്നെ അൻസാരികളായ സഹാബികള് ഈത്തപ്പന, ആ ഈത്തപ്പനയുടെ പിന്നെ പരാഗണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് റസൂല് കാണുന്നത്. പരാഗണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പെൺ ഈത്തപ്പനയിൽ അതിൻ്റെ കുലയിൽ പിന്നെ ആൺ ഈത്തപ്പഴത്തിന്റെ കൊല മുറിച്ച് ഇതിൽ കെട്ടിവെക്കുന്ന ഒരു രൂപമാണ് പരാഗണം. സൗദി അറേബ്യയിൽ, ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം. അപ്പൊ ഈ പരാഗണം ചെയ്തെന്ന് റസൂൽ കണ്ടപ്പോൾ റസൂൽ ചോദിച്ച്, അല്ല കൂട്ടുകാരെ, നിങ്ങൾ എന്താ ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, റസൂലെ, ഇങ്ങനെ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല നിലക്ക് ഈത്തപ്പഴം ഉണ്ടാവുള്ളൂ. അപ്പൊ റസൂൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഈത്തപ്പഴം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതിന് സഹാബികൾ പരാഗണം ചെയ്തില്ല ആ വർഷം. ആ വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ് ഈത്തപ്പഴം കിട്ടിയത്. സാധാരണ കിട്ടുന്നത് പോലെയുള്ള കൃഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ വന്ന് പരാതി പറഞ്ഞു, റസൂലെ, നിങ്ങളല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെ പരാഗണം ചെയ്യണ്ട എന്നുള്ളത്, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴം കിട്ടിയുള്ളൂ. അപ്പോൾ റസൂല് പറഞ്ഞു, ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ അറിവുള്ളവർ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ദുനിയാവിൻ്റെ കാര്യം. എന്നാൽ ദീനിൻ്റെ കാര്യമോ അത് നിങ്ങൾ എന്നോടാ ചോദിക്കേണ്ടത്. അപ്പോൾ അത് വഹിയല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ മറ്റൊരു ഉദാഹരണമാണ് ബരീറയുടെ സംഭവം. ബരീറ റളിയല്ലാഹു അൻഹ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ച ഒരു അടിമ സ്ത്രീ ആയിരുന്നു. ആ ബരീറ പിന്നെ മോചിക്കപ്പെട്ടപ്പോൾ പിന്നെ അവര് അടിമവേലയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, മുഗൈസ്. ആ ഭർത്താവ് പിന്നെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു സ്ത്രീ അടിമയിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടിമവേലയിൽ ഉണ്ടായ സമയത്ത് ഉള്ള ഭർത്താവ് അടിമയാണെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ ത്വലാഖ് ചെയ്ത് ഒരു സ്വതന്ത്രനായ ഭർത്താവിനെ സ്വീകരിക്കാം. അപ്പോൾ ഇപ്പൊ നിലവിൽ മുഗീസ് അടിമ തന്നെയായിട്ട് ജീവിക്കുന്നത്, ബരീറ സ്വതന്ത്രയായിട്ടുണ്ട്. അപ്പൊ മുഗീസ് ഇങ്ങനെ ബരീറാന്റെ പുറകെ നടക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അബ്ബാസേ, എന്താ ഈ കാഴ്ച കാണുന്നത്? ആ മുഗീസ് പാവം ബരീറാന്റെ പുറയിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ കണ്ണീര് ഒഴുക്കിട്ട് നടക്കുകയാണ്.
അവ അങ്ങനെ റസൂലിന് കാഴ്ച കണ്ടപ്പോൾ റസൂല് ബരീറയോട് പോയി ചോദിച്ചു, അല്ല ബരീറ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ മുഗീസിനൊന്ന് നിനക്ക് തിരിച്ചെടുത്തൂടെ, നിന്റെ ഭർത്താവായി സ്വീകരിച്ചൂടെ? അപ്പോൾ ബരീറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റസൂലേ, അള്ളാന്റെ റസൂലേ, തഅ്മുറുനീ, എന്നോടുള്ള കൽപ്പനയാണോ ഇത്? അപ്പൊ റസൂല് പറഞ്ഞു, കൽപ്പനയല്ല, ഇന്നമാ അന അശ്ഫഉ, ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡ് മാത്രമാണ്, ഞാനൊരു ശുപാർശ മാത്രമാണ് ചെയ്യണത്. അപ്പോൾ ബരീറ പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, വേണ്ട, എനിക്ക് അയാളെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ബരീറ റസൂൽ ഇത് കൽപ്പനയാണോ എന്ന് ചോദിച്ചത്? ബരീറ പോലെയുള്ള സഹാബികൾക്കറിയാം റസൂൽ ദീനിയായിട്ടുള്ള ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വഹിയാണ്, മറുത്തൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിയായി സംസാരിച്ച എല്ലാ കാര്യവും വഹിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ മാത്രമാണ് സംസാരിച്ചത്? അല്ല, ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ മാത്രമായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ ഒരു റസൂലിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് റസൂല് ഇവിടെ ആമുഖത്തിൽ പിന്നെ സൂചിപ്പിച്ച ആയത്തിൽ പറഞ്ഞതുപോലെ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ രണ്ട് ഇൻസാലുകളാണ് പറയണത്. ഒന്ന് വഅൻസൽനാ ഇലൈക ദിക്റ, ഞാൻ നിനക്ക് ദിക്റിനെ അവതരിപ്പിച്ചു തന്നു. എന്തിനു വേണ്ടിയാണ്? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക. മാ നുസില ഇലൈഹിം, നേരത്തെ അവർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആനിനെ വിശദീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിനക്കൊരു പുതിയൊരു ദിക്ർ ഇട്ട് തന്നിരിക്കുന്നു. ആ ഒന്നാമത്തെ ദിക്ർ ഹദീസാണ്, രണ്ടാമത് പറഞ്ഞത് ഖുർആനാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാം. അപ്പോ ഒരിക്കലും ഹദീസുകളില്ലാതെ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആളുകൾ ഇപ്പോ പിന്നെ മീൻ കഴിക്കുന്നുണ്ടല്ലോ, എവിടെയാ ഖുർആനിൽ മീനെ കുറിച്ച് പറഞ്ഞത്? ഖുർആനിൽ മീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിന്റെ ശരീഅത്ത് പോലും ഇന്ന് നിലനിൽക്കുന്നത് ഹദീസിന്റെ വിശദീകരണത്തോടു കൂടിയാണ്. അല്ലാതെ എങ്ങനെ നമ്മുടെ അമല് ചെയ്യാം? ഇപ്പൊ ഉദാഹരണം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, നമസ്കാരത്തിന്റെ വഖ്ത് പറഞ്ഞിട്ടില്ല, പിന്നെ അതിന്റെ റക്അത്ത് പറഞ്ഞിട്ടില്ല, ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിന്റെ രൂപമോ അത് പറഞ്ഞിട്ടില്ല. ഇപ്പോ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു രക്തം ഹറാമാണെന്ന് പറഞ്ഞു. അതുപോലെ മൈത്തത്ത് ഹറാമാണ്, ശവം ഹറാമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ശവം ഹറാമാണോ? അപ്പൊ പിന്നെ മീൻ കഴിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്താണ്? ഹദീസിൽ രണ്ട് മൈത്തത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. ഏതൊക്കെയാണത്? മീൻ കഴിക്കാം, അതൊരു മൈത്താണ്, ഒരു മൈത്തത്താണത്. രണ്ട് ജറാദാണ്, വെട്ടുകിളിയാണ്, അതിനെ കഴിക്കാം. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞ് പിന്നെ രക്തം ഹറാമാണ്, മസ്ഫൂഹായ ദമൊക്കെ ഹറാമാണ്, അഥവാ രക്തം ചീന്തപ്പെട്ട എല്ലാ രക്തങ്ങളും ഹറാമാണ്. എന്നാൽ ഹദീസിൽ രണ്ട് രക്തം ഹലാലാക്കിയിട്ടുണ്ട്. അതേതാ രക്തം? ഒന്ന് കരളാണ്, നമ്മളിന്ന് കരൾ വാങ്ങി കഴിക്കുന്നുണ്ട്. അതുപോലെ തിഹാലാണ്, പതിരാണ്. ഇത് രണ്ട് രക്തമാണ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? ഇത് ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പിന്നെ മഹറമുകൾ ആരാണ് എന്ന് എണ്ണി പറഞ്ഞു. എന്നാൽ രണ്ട് മഹറമുകളെ കുറിച്ച് പറഞ്ഞത് ഹദീസുകളാണ്. മഹറമുകളെ എണ്ണി ഖുർആൻ പറഞ്ഞു, എന്നാൽ രണ്ട് മഹറമുകളെ പറഞ്ഞത് അത് പിന്നെ ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിനെയും അവളുടെ അമ്മത്തിനെയും, അവളുടെ പിതാവിന്റെ പെങ്ങളെ, സഹോദരി വിവാഹം ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിനെയും അവളുടെ ഉമ്മയുടെ സഹോദരിയെയും വിവാഹം ചെയ്യാൻ പാടില്ല. ഇത് ഖുർആനിലുണ്ടോ? ഇല്ല, ഇത് ഹദീസിലാണുള്ളത്. അതുപോലെ തന്നെ പിന്നെ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം? തേറ്റപ്പല്ലുകൊണ്ട് പിടിച്ച പിന്നെ ഭക്ഷണം ഹറാമാണ്. അത് ഖുർആനിലുണ്ടോ? ഇല്ല, അതൊക്കെ ഹദീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ ഇസ്ലാം ശരീഅത്ത് തന്നെ നിലനിൽക്കുന്നത് ഹദീസിന്റെ വെളിച്ചത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൈ മുറിക്കുക എന്നുള്ളത്. കട്ട് കഴിഞ്ഞാൽ കൈ മുറിക്കുക. ഖുർആൻ അതേ പറഞ്ഞിട്ടുള്ളൂ. എത്ര മുറിക്കണം, എവിടെ നിന്ന് മുറിക്കണം, എത്ര കട്ടാലാണ് മുറിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖതഉ യദു സാരിഖി ഇല്ലാ ഫി റുബഉ ദീനാരിൻ ഫസാഇദ. റസൂൽ പറയാണ്, കൈ മുറിക്കപ്പെടേണ്ടത് ഒരു ദീനാറിന്റെ 4/1 അതിലധികമോ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈ മുറിക്കേണ്ടത്. അത് എത്രയാണ്? അറബി ഭാഷയിൽ കൈപ്പത്തിക്കും എതെന്നാണ് പറയാം.
ഇനി ഈ മിർഫക്ക് അടക്കമുള്ള ഭാഗത്തിനും ഏതെന്നാണ് പറയാ. ഇനി അലുദ് ഈ പേശി അടക്കമുള്ള സ്ഥലത്തിനും അറബി ഭാഷയിൽ ഏതെന്നാണ് പറയാ. അപ്പൊ എവിടെന്നാ മുറിക്കേണ്ടത്? അതും ഹദീസിലാണുള്ളത്. കൈപ്പത്തിന്റെ ഭാഗമാണ് മുറിക്കേണ്ടത്. അപ്പൊ ഒരിക്കലും ഇത് ഹദീസ് വേണ്ട, നമുക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്ന് മാത്രമല്ല, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഔസാഇ ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം, കാന ജിബ്രീലു യൻസിലു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസുന്നതി കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എങ്ങനെയാണോ ഖുർആൻ ഇറക്കി കൊടുത്തത്, അതേ പിന്നെ ഇറങ്ങി വന്നത്, ആ ഖുർആനുമായി എങ്ങനെയാണ് ഇറങ്ങി വന്നത്, അതേപോലെ തന്നെ റസൂൽ ഹദീസുമായി ജിബ്രീൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ റസൂലിന്റെ ഈ ഹദീസ് എന്നുള്ളത് അത് റസൂലിന്റെ സ്വന്തം വാക്കല്ല, അത് അള്ളാഹു ഇറക്കിയ വഹിയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അൽ ഖുർആനു അഹ്വജു ഇല സുന്നതി മിനസ് സുന്നതി ഇലൽ കിതാബ്. ഹദീസുകൾ സുന്നത്ത് പരിശുദ്ധ ഖുർആനിന് ആവശ്യമുള്ളതിനേക്കാൾ ആവശ്യമാണ് ഖുർആനിന് സുന്നത്ത്. കാരണം എന്താ? ആ ഖുർആൻ വിശദീകരിക്കപ്പെടണമെങ്കിൽ ഹദീസുകൾ വേണമെന്നുള്ളതാണ്. അപ്പൊ ഇതൊരിക്കലും എന്തല്ല, ഇത് നമുക്ക് ഇനിയും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ പോലും നമ്മൾ ലോജിക് കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അപ്പൊ പ്രമാണമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഖുർആൻ സ്വീകരിക്കുന്നത് എപ്രകാരമാണോ പ്രമാണം എന്ന നിലക്ക് ഹദീസുകളും മുഴുവൻ സ്വീകരിക്കണം എന്നുള്ളതാണ്. കുറച്ച് നമ്മൾ ഹദീസ് സ്വീകരിക്കുക, കുറച്ച് ഹദീസ് ഒഴിവാക്കുക, അങ്ങനെയല്ല. പക്ഷെ ദറജ വെച്ച് നോക്കുമ്പോഴോ ഖുർആൻ ആദ്യം, രണ്ടാമത് ഹദീസ്. സ്വീകരിക്കുന്ന വിഷയത്തിലോ രണ്ടും തുല്യമാണെന്നുള്ളതാണ്. ഖുർആൻ കുറച്ച്, പിന്നെ ഖുർആൻ മുഴുവൻ എടുക്കുക, ഹദീസ് കുറച്ചെടുക്കുക, അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഖുർആൻ എത്രത്തോളം എടുക്കുന്നുണ്ടോ, ഹദീസ് സ്വഹീഹാണോ, ഈ പറഞ്ഞ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെട്ട ഹദീസാണെങ്കിൽ അതും പൂർണ്ണമായി സ്വീകരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പല വിഷയങ്ങളിലേക്കും ചർച്ച പോകേണ്ടതുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയം നമ്മളുടെ മുന്നിലില്ല എന്നതാണ് പ്രശ്നം. ഏതായിരുന്നാലും ഹദീസുകളോടുള്ള നമ്മളുടെ സമീപനം അത് വളരെ ക്ലിയറാണ്. അത് സ്വഹീഹായി വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ പിന്നെ നമ്മളുടെ ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നും അവിടെ സ്ഥാനമില്ല. അതിനെ സ്വീകരിക്കുക എന്നത് തന്നെയാകണം നമ്മളുടെ നിലപാട്. ഇപ്പോൾ ഈ ആഴ്ചയിൽ നമ്മളുടെ പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹദീസിൽ വളരെ കൃത്യമായും അതിൻ്റെ പ്രായവും സമയവും ഒക്കെ വന്നതാണ്. 6 വയസ്സിൽ പിന്നെ വിവാഹം കഴിച്ചു വന്നു, 9 വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നെല്ലാം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്താണ് സമീപനം എന്ന് ചോദിച്ചാൽ, എന്താണോ ഹദീസുകളിൽ വന്നത് നമ്മളിലേക്ക് കൃത്യമായി എത്തിയത് അതിനെ നമ്മൾ സ്വീകരിക്കും, വിശ്വസിക്കും എന്നതാണ് വിശ്വാസിയുടെ സമീപനം. കാരണം ഖുർആൻ പ്രമാണമാണ്. ഖുർആൻ കഴിഞ്ഞാലുള്ള നമ്മളുടെ പ്രമാണമാണ് ഹദീസ്. ആ ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളുടെ തീരുമാനങ്ങൾക്കോ നമ്മളുടെ അഭിപ്രായങ്ങൾക്കോ നമ്മളുടെ യുക്തിക്കോ സ്ഥാനമില്ല എന്നതു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് നമ്മളിവിടെ കൃത്യമായും ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലുള്ള ഈ ചേകനൂരിസം പോലെയുള്ള, അതുപോലെ CH മുസ്തഫയെ പോലെയുള്ള ആളുകൾ നമ്മളുടെ ഇടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ഖുർആൻ മാത്രം പ്രമാണം എന്നുള്ള വാദം, അതിലൂടെ ഉണ്ടാകുന്ന പലതരത്തിൽ നമ്മളുടെ യൂട്യൂബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധമായിട്ടുള്ള വാദങ്ങൾ, വളരെ തെറ്റായിട്ടുള്ള വാദങ്ങൾ. ഇസ്ലാം ഇവിടെ നമ്മളുടെ അടുക്കലേക്ക് എത്തിയത് മുആവിയ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മതമാണ് എന്ന രീതിയിലൊക്കെ വളരെ ബാലിശമായ രീതിയിൽ ഖുർആൻ, ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിനെ വരെ നിഷേധിക്കുവാൻ വേണ്ടി അതിലെ പിന്നെ പല വിഷയങ്ങളിലേക്കും കൊണ്ടുപോവുകയും അത് പുതിയ കാലത്തുള്ള ആളുകളെ പിന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ സെഷൻ ഇവിടെ പൂർണ്ണമല്ല എന്നത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. നിങ്ങളുടെ കൂടുതൽ പഠനങ്ങളിലേക്ക്, അന്വേഷണങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇസ്ലാമിന് വിരുദ്ധമായ ആശയധാരകൾ ഇസ്ലാമിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് എന്നത് മനസ്സിലാക്കി അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടുന്ന ഉത്തരവാദിത്തം
നമുക്കൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സന്നദ്ധമായാൽ ഈ ഒരു സെഷൻ ഇവിടെ പിന്നെ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി പറയാൻ വേണ്ടി പ്രിലിമിനറി ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥി ആദിൽ ചെട്ടിപ്പടിയെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. ഹദീസുകളോടുള്ള സമീപനം, പ്രമാണ വായനയിലെ അപജയങ്ങൾ എന്ന വിഷയത്തിൽ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോട് സംവദിച്ച ബഹുമാന്യനായ പണ്ഡിതൻ KM ഫൈസി തെരിയോട്, റസൽ സ്വലാഹി, പരിപാടിയെ ഏറ്റവും നല്ല നിലക്ക് നിയന്ത്രിച്ച ഷെരീഫ് അൻസാരി വാവൂർ എന്നിവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയെ ഏറ്റവും നല്ല നിലക്ക് ശ്രവിച്ച പ്രിയപ്പെട്ട നിങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.